ഹലോ ഗൈസ്, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന് ആരൊക്കെ കാത്തിരുന്നിട്ടുണ്ടെന്ന് അറിയില്ല. എല്ലാവർക്കും വേണ്ടി ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണിത്. ഹോം ടൂർ. ഹോമിലേക്ക് നമ്മുടെ അപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമ്മളിവിടെ 16th ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഞാൻ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ബാക്കി അടിപൊളി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പൊ കയറി വരുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. പക്ഷേ കയറിക്കോ. നമ്മുടെ നമ്മുടെ ഇവിടെ ഒരു ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്. നമ്മൾ ചില സമയങ്ങളിൽ ഇവിടെയാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഓൾറെഡി സെറ്റ് ഇട്ട് വെച്ചേക്കുന്നതാണ്. ബലൂണുകൾ മാത്രം മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളിവിടെ കുറച്ച് നമ്മുടെ താഴെയാണ് നമ്മുടെ മെയിൽ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എല്ലാവരുടെയും ലെറ്ററും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടെയാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അതുപോലെ പിന്നെ കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബുദ്ധനുണ്ട്. പിന്നെ ഈ സാധനം ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു മരത്തിൽ നിന്ന് വീഴുന്നതാണ്. മരത്തിന്റെ പേരെനിക്കറിയത്തില്ല. പക്ഷെ ഇത് നാട്ടിൽ ഇതിന് പൈസ കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മുടെ റോട്ടിൽ കൂടെ കിടപ്പുണ്ടാവും. പിന്നെ ഇവിടെ ഒരു പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു, സാധനമൊക്കെ പോയി. പിന്നെ ഇത് നമ്മുടെ കുറച്ച് ഈ ലെറ്റേഴ്സ് തന്നെ. പിന്നെ ഇതിനകത്തൊക്കെ ഫുൾ നമ്മുടെ ഷൂവും ചെരുപ്പൊക്കെയാണ്. ഇതിനകത്തും ചെരുപ്പാണ്. പിന്നെ ഇവിടെയും നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു വിൻഡോയും പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലും ചെരുപ്പും ബാക്കി ജംഗ വസ്തുക്കളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കിടക്കുന്നത് നമ്മുടെ ലീവിങ് കം ഡൈനിങ് ആണ്. നമുക്കിവിടെ കാനഡയിൽ അതിന് വലിയ സെപ്പറേഷനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാം ലീവിങ് കം ഡൈനിങ് കം ലൈക്ക് കിച്ചണായിട്ടാണ്. കിച്ചണിൽ ഓൾറെഡി ഇപ്പോൾ 2 പേര് കുക്ക് ചെയ്യാനുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് ആദ്യം ഈ ഒരു ലിവിങ് ഏരിയ ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് ആദ്യം അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോകാം. ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് കാര്യങ്ങൾ എന്ന് പറയാൻ ഇത് നമ്മുടെ ലോണ്ടറി റൂമാണ്. നമ്മുടെ ലോണ്ടറി കാര്യങ്ങളൊക്കെ എവിടെയാണ്. നമുക്കത് ഒരു വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ ഡ്രയറുമാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ നമുക്ക് ഇൻബിൽട്ട് വരുന്നതാണ്. നമ്മുടെ അപ്പാർട്ട്മെന്റുകാർ തന്നെ നമുക്ക് തരുന്ന സാധനങ്ങളാണ്. പിന്നെ നമുക്കിവിടെ ഒരു എക്സ്ട്രാ ഫ്രിഡ്ജും അവനൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ അധികം ആളുകളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുട്ടാ പറയുക, നമ്മുടെ ചൂല് കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുന്നത്. പിന്നെ കുറച്ച് കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഹീറ്ററും അതുപോലെയുള്ള AC പരിപാടികളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ. പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല എടുത്തിട്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഫുള്ള് ജാക്കറ്റ്സ് ആണ്. നിങ്ങൾക്കറിയാം കാനഡയാണ്. സോ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട 2 സാധനങ്ങളാണ് ജാക്കറ്റും അതുപോലെ വിൻ്റർ ബൂട്ട്സ് ഒക്കെ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വിൻ്റർ ജാക്കറ്റും ഉണ്ടാവും, ഫാൾ ജാക്കറ്റും ഉണ്ടാവും. കുറച്ചൊക്കെ എല്ലാവരും ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഈ കാണുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ടിഷ്യൂ പേപ്പർ. ഇതില്ലാണ്ട് നമുക്കിവിടെ അറിയാലോ കാര്യങ്ങൾ സ്മൂത്ത് ആവില്ല. പിന്നെ നമുക്ക് കുറച്ച് പെട്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കുറച്ച് കംഫർട്ടറും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ ലഗേജും പെട്ടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറേജിൽ ഇതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു റൂമാണ്. നമുക്കിവിടെ 3 റൂമാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 3 BHK ആണ്. ഇതൊരു റൂം, പിന്നെ എൻ്റെ റൂം അവിടെയാണ്. അപ്പോൾ നമുക്ക് ഇത് ഗേൾസിൻ്റെ റൂമാണ്. നമുക്ക് ആദ്യം ഈ റൂം തന്നെ കാണാം. ഇവിടെ നമുക്ക് അവർ 2 ബെഡ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെ അവർക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരു ചെറിയ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മിറർ കാര്യങ്ങൾ. പിന്നെ ഇവിടെ നിന്നും ഒരു വ്യൂ ഉണ്ട്. നിങ്ങൾക്കത് നൈസ് വ്യൂ ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഒരു മലനിരകൾ പോലെ എന്തൊക്കെയോ കാണാം. നമുക്ക് ദൂരടക്ക ട്രെയിനൊക്കെ പോകണ കാണാം. നമ്മുടെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൺട്രി സൈഡാണ്. നമ്മൾ താമസിക്കുന്ന കിച്ചണർ എന്ന് പറഞ്ഞ ഏരിയയുടെ ഒരു ബോർഡറാണ്. ഇനി അങ്ങോട്ടേക്ക് കൺട്രി സൈഡാണ്. അധികം വലിയ വലിയ ബിൽഡിങ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഒരു എൻഡ്. പിന്നെ അങ്ങോട്ടേക്ക് ഒരു മെയിൻ ഏരിയ ആണ് വാട്ടർലൂ. പിന്നെ അങ്ങോട്ടേക്ക് പല ഏരിയകളുണ്ട്. കൂടുതൽ പറഞ്ഞ് ഞാൻ വെളുപ്പാക്കുന്നില്ല. പിന്നെ ഇവിടെ ഇവർക്കൊരു ക്ലോസറ്റ് ഉണ്ട്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. പിന്നെ ഇവരുടെ മേക്കപ്പ് പെട്ടികളാണ് ഇത് രണ്ടും. അത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. പിന്നെ ഒരു ഭാവ ഇവിടെ ഉണ്ട്, അത് ഐശ്വര്യയുടെയാണ്. അപ്പോൾ നമ്മുടെ ഈ റൂം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഈ റൂമിലേക്ക് പോകണം. പക്ഷേ ഈ റൂമിൽ ഓൾറെഡി നൈറ്റ് കഴിഞ്ഞ് വന്ന് 2 പേര് കിടന്ന് ഉറങ്ങുവാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ റൂം കാണിക്കുന്നില്ല. ഞാൻ അത് പിന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ കോമൺ വാഷ്റൂമാണ്. നമുക്ക് 2 വാഷ്റൂമാണുള്ളത്. ഒരു വാഷ്റൂം അവിടെ, ഒരു വാഷ്റൂം ഇതാണ് ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വാഷ്റൂം. വാഷ്റൂമിൽ അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാൻ പാകത്തിനൊന്നുമില്ല. നമുക്കൊരു സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഫുൾ ക്രീമും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്കറിയാം ക്രീം ഇല്ലാണ്ടും ജീവിക്കാൻ പറ്റില്ല, ഡ്രൈ ആവും സ്കിന്നൊക്കെ. പിന്നെ നമ്മുടെ തറ തുടയ്ക്കുന്ന മോപ്പൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ബോഡി വാഷും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു പോട്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാഷ്റൂമിൻ്റെ പരിപാടിയൊക്കെ. വാഷ്റൂം അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ളൊരു വാഷ്റൂമാണ്. പിന്നെ നമുക്ക് ഈ റൂം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്നീട് എടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഞാനിത് ആഡ് ചെയ്ത് കാണിക്കാം ഗൈസ്. അപ്പം നമ്മുടെ ഈ ഒരു ബെഡ്റൂം ആയിരുന്നു കാണിക്കാനുണ്ടായിരുന്നത്. ഞാൻ ഇൻ ബിറ്റ്വീൻ കാണിക്കാമെന്ന് പറയുന്നത്. ഇതിൽ ഇന്നാണ് ആരും ഉറങ്ങാത്തൊരു ദിവസം നമുക്ക് കിട്ടുന്നത്.
ഇത് അത്യാവശ്യം നമ്മൾ ഇവിടെ 4 പേർക്ക് കിടക്കാം. ഇപ്പൊ നമ്മളിവിടെ 3 പേരേ ഉള്ളൂ. അപ്പൊ ഇവിടെ കുറെ എക്സ്ട്രാ ബെഡൊക്കെ നമ്മൾ വയ്ക്കുന്നതൊക്കെ ഈ റൂമിലാണ്. പിന്നെ ഈ റൂമിൽ അത്യാവശ്യം ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. ഞാൻ ബെഡൊന്നും അങ്ങനെ കാണിക്കുന്നില്ല. ഞാനിപ്പോ ഇവിടുത്തെ അത്യാവശ്യം ബാക്കിയെല്ലാം കാണിച്ചു തരാം. നമ്മുടെ ഇവിടുത്തെ ക്ലോസറ്റ്, ബാക്കി എല്ലാ റൂമിലെയും ക്ലോസറ്റ് ഭയങ്കര ചെറുതാണെങ്കിലും പക്ഷേ ഈ റൂമിൽ അത്യാവശ്യം നല്ല വലുതാണ്. നമുക്ക് ഇങ്ങോട്ട് കയറി നിന്ന് തന്നെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവിടെ 4 പേരുടെയും ഡ്രസ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് ട്രോളിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റൂമിലെ ഏറ്റവും വലിയ ക്ലോസറ്റ്. പിന്നെ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ റൂമിലും ഈ പറഞ്ഞ പോലെ ഒരു ബാൽക്കണി ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലല്ല ഇപ്പോഴൊക്കെ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരു ബ്ലൈൻഡ്സ് ഉണ്ട്. ഇതിപ്പോൾ കയറ്റിയിട്ടേക്കുവാണ്. രാത്രി ആകുമ്പോൾ താത്തും. പിന്നെ ബാൽക്കണി, ഈ ബാൽക്കണിയിൽ നമുക്ക് കാണുന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഗേൾസിന്റെ റൂമിൽ നിന്ന് കണ്ട അതേ വ്യൂ ആണ്. ആ വിൻഡോടെ കാണുന്ന സെയിം വ്യൂ ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാലും നമ്മുടെ താഴത്തെ റൗണ്ട് അബൌട്ടും കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാം. നല്ല സൗണ്ട് ആയിരിക്കും. അപ്പൊ വാ, ബാൽക്കണി കാണാം. അപ്പൊ ഇതാണ് ഇവിടത്തെ ബാൽക്കണി. എന്താ പറയാ, ഒരു നൈസ് വ്യൂ തന്നെ കിട്ടും. പിന്നെ നമ്മളുടെ എ സിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇവർ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ വിന്റർ ടയർ ആണ്. ഇതൊക്കെ സമ്മർ ടയർ ആണ്. വിന്റർ ടയർ ആണ് ഇപ്പൊ എല്ലാവരും വണ്ടി കിടക്കുന്നത്. പിന്നെ അതുപോലെ നമുക്കിവിടെ മഞ്ഞ് കോരി മാറ്റാനുള്ള സംഭവം ഇവിടെ ഉണ്ട്. പിന്നെന്താ, പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ അത്യാവശ്യം നമുക്ക് താഴേക്ക് നോക്കി ഇവിടുത്തെ നമ്മുടെ റൗണ്ട് അബൌട്ട് ആണ് കാണുന്നത്. പിന്നെ ഇതിലെ നോക്കുമ്പോൾ നമ്മുടെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ ഇതേ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. അത് ഞാൻ ഇതിന്റെ അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ ചുറ്റുംപുറമൊക്കെ കാണിക്കുമ്പോൾ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ദൂരേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണാം അങ്ങ് ദൂരെ. അതാണ് നമ്മുടെ ഇവിടുത്തെ ബോർഡ് വാക്ക്. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു ബസ് സ്റ്റേഷനാണ്. പിന്നെ ഇത് നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് അകത്തേക്ക് പോയിട്ട് ഇവിടുത്തെ നമ്മൾ ബാൽക്കണിയിൽ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഡി ജെയുടെ ഗിംബലാണ് ഉപയോഗിക്കുന്നത്. അത് പെട്ടെന്നൊന്ന് ഷെയ്ക്ക് ചെയ്ത് എന്തോ ഭാഗ്യത്തിന് ഫോൺ താഴേക്ക് പോയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഫോണും പോയി, പരിപാടിയെല്ലാം തീർന്നതിൻ്റെ. ഇനി ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. ലൈക്ക് ഇവിടെ സെയിം മറ്റേ ടോയ്ലറ്റ് കണ്ട പോലെ തന്നെയൊക്കെ ഉള്ളൂ. ഒരു പോട്ട്, പിന്നെ ഇവിടെ നമുക്ക് ടബില്ല. പിന്നെ വാഷ് ഏരിയ, ലൈക്ക് നമ്മുടെ കൈ കഴുകാനും, പിന്നെ ഇവിടെ ക്രീമും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ടോയ്ലറ്റിലും കാര്യങ്ങളും. പിന്നെ ഇന്ന് ക്യാമറാമാൻ മാറി. ഇന്ന് സാൻഡ്ര അല്ല, ഇന്ന് നമുക്ക് കെവിനാണ് ബാക്കി എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോ മുഴുവൻ സാൻഡ്ര എടുത്തോണ്ടിരുന്നത്. ഇതിപ്പോൾ ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത്. സെയിം ടീഷർട്ട് ഇടണമെന്ന് വിചാരിച്ച് ടീഷർട്ട് ഇട്ടു. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അതും ഞാൻ ലൈക്ക് അവിടെ കുക്ക് ചെയ്ത് അവർക്ക് ശല്യമാവാത്ത രീതിയിൽ പിന്നെ എടുത്ത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ടേബിളാണിത്. നമ്മൾ അറ്റ് എ ടൈം എല്ലാവരും ഒരുമിച്ചൊന്നും ഇരുന്ന് ഫുഡ് കഴിക്കാറില്ല. എന്തെങ്കിലും ഒരു വിശേഷ പോലെ എന്തെങ്കിലും ദിവസങ്ങളൊക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിക്കുക. അപ്പോൾ നമ്മൾ ഈ കൗച്ചൊക്കെ റീഅറേഞ്ച് ചെയ്തിട്ട് നിലത്തോ ഇരുന്നിട്ടാണ് കഴിക്കുക. പിന്നെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാനുള്ള TV പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. വെയിറ്റടാ. പിന്നെ നമുക്കിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇത് ഏത് സമയത്താ ഹാലോവീന് വെക്കുന്ന സാധനങ്ങൾ. പിന്നെ ഒരു ചെടി അവിടെ ഉണങ്ങിയിരിക്കേണ്ട ഒരു ബോള്. വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കൗച്ച്. പിന്നെ നമ്മുടെ ബാൽക്കണിയാണ്. അതിനു മുന്നേ നമുക്ക് എൻ്റെ റൂം കാണാം. സോ ഇതാണ് അപ്പം എൻ്റെ റൂം. ഞാനും മാമനും ഇതിനകത്താണ് കിടക്കുന്നത്. കാണിക്കാൻ ഇതാണ് ഇവിടുത്തെ 2ാമത്തെ റൂം. ഓൾറെഡി നമ്മൾ 2 റൂം കണ്ടു. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് കാണിക്കാൻ പാകത്തിനൊന്നുമില്ല. ഒരു ബെഡ്, പിന്നെന്താ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പെർഫ്യൂമും കാര്യങ്ങൾ, പിന്നെ ഹെഡ്സെറ്റ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും അടുക്കി പറിക്കൊന്നും വെച്ചിട്ടില്ല. പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സാൻഡ്രനെ കാണാം. പിന്നെ ഇത് നമ്മുടെ ക്ലോസറ്റ്. ഇതിൽ നമ്മുടെ ജീൻസും കാര്യങ്ങളൊക്കെ മുകളിൽ അടുക്കി വെച്ചേക്കുന്നു. ചുളുങ്ങുന്ന സാധനങ്ങളൊക്കെ ഇവിടെ തൂക്കിയിട്ടേക്കുന്നു. പിന്നെ നമ്മുടെ യൂണിഫോം, നമ്മുടെ ഇന്നേഴ്സ്, നമ്മുടെ കുറച്ച് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. സെയിം ഇവിടെ അത് തന്നെയാണ്, ഡ്രസ്സുകൾ തന്നെയാണ്. പിന്നെ നമ്മുടെ ലോണ്ടറി ബാഗ്, നമ്മുടെ കൊണ്ടുപോകുന്ന ബാഗുകൾ, ബുക്കുകൾ, പിന്നെ ഇവിടെ ഒരു ഓർഗനൈസർ, കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ നമ്മുടെ ഒരു വിശാലമായ വ്യൂ കിട്ടുന്ന ഒരു വിൻഡോ. സെയിം വ്യൂ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. പക്ഷെ നമ്മുടെ സ്നോ ടൈമിൽ നല്ല അടിപൊളിയാണ്. കാരണം നല്ലൊരു രാത്രി കിടന്നിറങ്ങുമ്പോൾ ഒരു അടിപൊളി വ്യൂ കിട്ടും. ആ സമയത്ത് നമ്മൾ ബെഡ് തിരിച്ചിടും, ആ ഭാഗത്തേക്ക് ഇടും, അത് കാണാൻ ഭാഗത്തിന്. ഇപ്പോൾ പിന്നെ വെയിലായതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി നമ്മുടെ മെയിൻ ഇതാണ് നമ്മുടെ അടുക്കള. അങ്ങനെ വലിയൊരു അടുക്കളയല്ല, നമ്മുടെ നാട്ടിലത്തെ പോലെ അത്ര സെറ്റപ്പ് അടുക്കളയൊന്നും അല്ല. നമുക്ക് ഇവിടെ ഭയങ്കര ചെറിയ അടുക്കളയാണ്. എനിക്ക് തോന്നുന്നു നാട്ടിൽ മിനിമൽ കിച്ചണിലേക്കൊക്കെ പോയി തുടങ്ങിയതാണ്. നമ്മളിവിടെ കുറച്ച് വീടിൻ്റെ ഒക്കെ എപ്പിസോഡ് കാണുമ്പോൾ കാണാറുണ്ട്.
അങ്ങനെ കിച്ചണിൽ എന്താ പ്രത്യേകിച്ച്, കിച്ചണിൽ ഫുൾ കബോർഡും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പിന്നെ ഇവിടെ ഒരു ഇലക്ട്രിക് സ്റ്റൗ ആണ് വന്നേക്കുന്നത്. നമുക്ക് എന്താ 4 എന്തുട്ടത് പറയാ 4 ബേണറുണ്ട്. 4 ബേണർ. പിന്നെ ഇവിടെ ഒരു അവനുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ നമുക്ക് എന്തെങ്കിലും ഗ്രില്ല് ചെയ്യണമെങ്കിൽ ഒക്കെ എന്തുണ്ട്, ഇതിനെന്താ പറയാ, ഇതിനെന്താ, ഇത് അവൻ. അപ്പൊ ഇതെന്താ, അപ്പൊ ഇതെന്താ, ഇതത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഗ്രില്ല് ചെയ്യാനുള്ള അത്, ഇത് അവൻ. ഓക്കെ, മൈക്രോവേവ്. പിന്നെന്താ, നമുക്ക് ഇവിടെ ഫുള്ള് കബോർഡും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ ഫുൾ കാര്യങ്ങൾ ഇതിനകത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് എല്ലാവരുടെയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്, ഫുള്ള് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ എന്താ പറയുക, ഇതാണ് ഞങ്ങളുടെ കുറച്ച് അലമ്പാണ്. നമ്മുടെ റൈസ് കാര്യങ്ങൾ, നമ്മുടെ എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്, പഴം ഉൾപ്പെടെ എല്ലാം ഉണ്ട്. പിന്നെന്താ, നമ്മളിത് ഇവിടെ ചിക്കൻ കറി അതുപോലെ ബിരിയാണിയൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങളൊരു ബിരിയാണിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇതിന് മുന്നേ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കാണും. അന്ന് ഉണ്ടാക്കിയ ബിരിയാണി ആ സെയിം ഡേയിലാണ് നമ്മൾ ഈ ഹോം ടൂർ എടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരു റൈസ് കുക്കറുണ്ട്, ഇത് ആരുടെ ഒരു മുട്ട ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ സിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾക്ക് എന്താ സ്പൂണും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നു. അതുപോലെ ഇവിടെ നമ്മൾ നൈഫും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നു, ആസ് യൂഷ്വൽ എല്ലായിടത്തും കാണുന്ന പോലെ. പിന്നെ ഇതേ നമ്മളിവിടെ ഒരു വെള്ളം നമ്മൾ ഡയറക്റ്റ് പൈപ്പിൽ നിന്ന് എടുത്ത് കുടിക്കാറില്ല, നമ്മൾ ഈ ഫിൽറ്ററിൽ വെച്ചിട്ടാണ് കുടിക്കാറ്. പിന്നെ ഒരു സൂത്രം ഞാൻ കാണിച്ചു തരാം, ക്യാമറ പോരട്ടെ. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ വീട് വൃത്തിയാക്കി വെക്കാനുള്ളതിൻ്റെ ഏറ്റവും ഒരു സംഭവമാണ്. നമ്മളിവിടെ ഇത് നമ്മൾ കുറച്ച് പേരുടെ പേര് കാണിച്ചിട്ടില്ല. അർഷിൻ ഇപ്പോൾ ഇവിടെ ഇല്ല, അർഷിൻ പോയി. അതിലും ഇവിടെ ഇല്ല, അതിലും പോയി. സോ നമ്മൾ ബാക്കി എല്ലാവരുടെയും പേരൊക്കെ എഴുതി വെച്ചിട്ട് അവരുടെ പടമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ആ പടമൊക്കെ വെച്ച് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് എഴുതി വെച്ചേക്കുന്നത്. സോ നമ്മൾ എല്ലാ ദിവസവും കിച്ചണും ഇപ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല, ക്ലീനിങ്ങിന് മുന്നെയാണ് നമ്മുടെ കിച്ചൺ. ഇങ്ങനെ ക്ലീനിങ് കഴിയുമ്പോൾ ഈ കാണുന്ന പാത്രങ്ങളെല്ലാം കഴുകി നമ്മൾ ഉണക്കിയിട്ട് അതിൻ്റെ അകത്ത് കയറ്റിണ്ടാവും തുടച്ചിട്ട്. ഫുള്ള് സാധനങ്ങൾ ഇവിടെ മാറും. ഈ മുട്ടയൊന്നും മാറത്തില്ല, ഇതൊക്കെ അവിടെ ഉണ്ടാവും. ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഫുഡ് അതൊക്കെ മാറ്റും. അങ്ങനെ നമ്മൾ കിച്ചണും അതുപോലെ നമ്മുടെ ഫോർമൽ ലൈക്ക് ലിവിങ് ഏരിയയും എന്നും രാത്രി അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിടുക. അതില്ലെങ്കിൽ ഇവിടെ ഒരു ഇടി തന്നെ നടക്കും. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ്, നമ്മൾ ഫ്രിഡ്ജ് അധികം അടിച്ച് തുടയ്ക്കാറൊന്നുമില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം, തുറന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ തട്ട്, ഇത് അടുത്ത ആൾക്കാരുടെ തട്ട്, ഇത് വേറെ തട്ട്. അങ്ങനെ നമ്മളങ്ങനെ അധികം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളൊന്നും കഴിക്കാറില്ലാത്തതുകൊണ്ട് തന്നെ അധികം അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. നമ്മുടെ കേരള ഇന്ത്യൻ സംഭവങ്ങളൊക്കെയാണ് കൂടുതലും നമ്മൾ ഓടിക്കുന്നത് ഇവിടെ. പിന്നെ ഇത് നമ്മുടെ ഫ്രീസർ എപ്പോഴും ഫില്ലായിരിക്കും. ഇതിപ്പോൾ കുറവാണ്, കാരണം ഇതൊരു വീക്കെൻഡ് ആയി ഓൾറെഡി. അപ്പോൾ നമ്മുടെ ചിക്കനും അതുപോലെ മീറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് ചിക്കനും ഐസ്ക്രീമും അതുപോലെ ഫ്രോസൺ വെജിറ്റബിൾസൊക്കെ ആയിട്ട് അത്യാവശ്യം നൈസായിട്ട് ഈ ഒരു സാധനങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, സ്മൂത്തി അടിക്കാനൊക്കെ ആയിട്ട്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിനകത്തും വലിയ കാര്യങ്ങളൊന്നും കാണിക്കാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിച്ചണിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ പിന്നെ നമുക്ക് കാണാനുള്ള ഈ ഒരു ബാൽക്കണിയാണ്. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ചുറ്റും പുറമൊക്കെ ഒന്ന് കാണിച്ചു തരാം, അത് ഇതിൻ്റെ ബാക്കിയായിട്ട് വരും. നമ്മുടെ വീടിൻ്റെ അകം ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്കിത് ഇവിടെ ഒരു ചെറിയൊരു മെഴുകുതിരിയും അതുപോലെ ഒരു ചെറിയ എന്താ പറയുക, ഒരു ഒരു ഇല, എന്തൊരു ഇല, അതിനകത്ത് നമ്മളൊരു ഫീലിന് വേണ്ടി മഞ്ഞാണല്ലോ ഇവിടെ എപ്പോഴും കേക്കൊക്കെ വെച്ച് തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി നമ്മുടെ അടിപൊളി ബാൽക്കണിയാണ്. ഈ ബാൽക്കണി നമുക്കെന്താ ഒരു സത്യത്തിൽ ഇവിടെ ഒരു പോസിറ്റിവിറ്റി തന്നെ തരണ ബാൽക്കണി തന്നെയാണ്. സോ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി. നമുക്ക് അവിടെ ആ ഒരു ബാൽക്കണി ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾ കൂടുതൽ ഇത് ലിവിങ് ഏരിയയിലെ ബാൽക്കണി ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ സമയത്തൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഒരിക്കലും നമുക്ക് വിന്ററിലൊന്നും ഇറങ്ങി ബാൽക്കണിയിൽ നിന്ന് വ്യൂ കാണാനോ ഒന്നും പറ്റത്തില്ല. ഇവിടെ ഫുൾ നമുക്ക് സ്നോ മാത്രമേ കാണത്തുള്ളൂ. ഞാൻ ആ ഒരു വിന്ററിന്റെ സമയത്തുള്ളതും അതുപോലെ ഈ ബാൽക്കണിയിൽ മഴ പെയ്യുമ്പോഴും അതുപോലെ ബാൽക്കണിയിൽ സൺസെറ്റ് വരുമ്പോഴുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം ഒരു അടിപൊളി അന്തരീക്ഷമാണ്. ഇങ്ങനെ കാണുമ്പോൾ കാനഡ നമുക്ക് സ്വർഗമായിട്ട് തോന്നും. പക്ഷേ കാനഡയുടെ ശരിക്കുള്ള അവസ്ഥ ഇതൊന്നുമല്ല. നമ്മൾ ഇപ്പോൾ ഓൾറെഡി 2 വിന്റർ കഴിഞ്ഞു നമ്മൾ വന്നിട്ട്. വിന്ററിൻ്റെ സമയത്ത് ഭയങ്കര മോശമാണ്. ഇന്നിപ്പോൾ നമുക്ക് നല്ലൊരു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ ഇത് ഫുള്ള് നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഭാഗത്തേക്ക് നമുക്ക് വാട്ടർലൂ, ആ ഭാഗത്തേക്ക് കൺട്രി സൈഡ് ആണ്. ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണർ അങ്ങനെ മെയിൻ ഒരു ഏരിയാസ് ആണ്. പിന്നെ അങ്ങോട്ട് നമ്മുടെ കുറേ ഭാഗങ്ങളുണ്ട്. നമ്മൾ 16th ഫ്ലോറിലായതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ എത്ര വിഷമിച്ചിരിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി പീസ്ഫുൾ ആണ്. കാരണം ഒരു വ്യൂ, ഒരു ചായ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ അടിപൊളിയാണ്. അതെനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ബാൽക്കണി വ്യൂ. ഇതൊക്കെയാണ്. നമ്മളിവിടെ 2 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു. വിന്റർ സമയത്ത് ഈ ചെടിയെല്ലാം കരിഞ്ഞു പോയി. ഇത് നമ്മുടെ ട്യുലിപ്പായിരുന്നു. ഓൾറെഡി നമുക്ക് ട്യുലിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതും കരിഞ്ഞു പോയി.
കരിഞ്ഞു പോയി മീൻസ് ഈ സീസൺ കഴിഞ്ഞപ്പോൾ അത് അങ്ങനെയായി. ഇനി അടുത്ത സീസണിൽ അതിൽ പൂവിടുള്ളൂ. ഇതൊക്കെ ട്യുലിപ്പായിരുന്നു. ട്യുലിപ്പൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പം എല്ലാം ട്യുലിപ്പിന്റെ സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ ഒരു ഫാളിലേക്കൊക്കെ പോണ സമയമാവാറായി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ. ഇനി നമ്മുടെ ഈ ചുറ്റും ഒരു പരിസരമുണ്ട്, അത് ഞാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോടൊപ്പം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഒരു നെക്സ്റ്റ് വീഡിയോ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ബാക്കി പറയാം. സോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ വീട് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ കാണിക്കാൻ പാകത്തിനെന്ന് വെച്ചാൽ നമ്മുടെ താഴത്തെ ഒരു കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റ്, ഹോൾ അപ്പാർട്ട്മെൻറ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ചുറ്റും പുറമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഉൾവശമൊക്കെ. ഇനി നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ചുറ്റിനുള്ള കുറച്ച് അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ അടിപൊളിയാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്ന ഏരിയ, നമ്മുടെ ജിമ്മ്, നമ്മുടെ കോമൺ ഏരിയ, അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മുടെ ഇവിടെ ഒരു മെയിൻ ഒരു സാധനമുണ്ട്. നമുക്ക് എൻ്റർടൈൻമെൻ്റ് ഒക്കെ, ടി വി ഒക്കെ ഉണ്ട് എൻ്റർടൈൻമെൻറ്റിന്. പിന്നെ നമുക്ക് പാട്ട് പാടി പിയാനോ വായിക്കണമെങ്കിൽ നമുക്ക് പിയാനോ ഉണ്ട്, ലൈക്ക് ഓർഗൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിവിടെ പ്ലേ ചെയ്യാം. ലൈക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഇവിടെ രണ്ടുപേരും ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം ഒന്നും ചെയ്യുന്നില്ല. ഇത് ഓൾറെഡി ഇതിനകത്ത് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഒരു സെക്കൻഡ്. സൗണ്ട് കൂടുതലായതുകൊണ്ട് ഞാൻ വയ്ക്കുന്നില്ല. പിന്നെ പാട്ട് പാടണമെങ്കിൽ നമുക്ക് മൈക്കുണ്ട്, കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലെ വീഡിയോ. ഇതിൻ്റെ ഒരു അടുത്ത വീഡിയോ അടുത്തൊരു എപ്പിസോഡ് പോലെ ഞാൻ നമ്മുടെ ഇതിൻ്റെ ചുറ്റും പുറമൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മളിവിടെ ഓൾറെഡി 8 പേരുണ്ട്. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു 2 ഇയറൊക്കെ ആയിട്ട് ഒരുമിച്ച് താമസിക്കുന്നവരാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വലിയ താമസമില്ലാണ്ട് ഈ റൂമിൽ നിന്ന് അപ്പുറ റൂമിലേക്ക് പോകും. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ വരുന്ന വീഡിയോയിൽ എപ്പോഴെങ്കിലും പറയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഈ ഹോം ടൂർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.